ഫ്രണ്ട്സ്, ജിദ്ദൂസ് ഗ്യാരേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്കുകളുടെ ത്രോട്ടിൽ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള കാര്യമാണ്. അതായത് കാർബറേറ്റർ വണ്ടികളിൽ നമ്മൾ പൊതുവെ ഫ്രീക്വന്റ് ആയിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ കാർബറേറ്റർ ബ്ലോക്ക് ആവും, മൈലേജ് കുറവ് വരും, എഫിഷ്യൻസി കുറവ് വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പൊതുവെ FI ബൈക്കുകളിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. അതൊരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഓടും. ഈവൻ ബ്ലോക്ക്ഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും വലിയൊരു ഇഷ്യൂസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കാർബറേറ്റർ പോലെ തന്നെ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ബൈക്കിന്റെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കിന്ന് ത്രോട്ടിൽ ബോഡി എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അതും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. കുറച്ച് കെയർ ചെയ്യണം, കുറച്ച് കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ്, മൊത്തം സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കെയർ ചെയ്ത് നമുക്ക് സ്വയം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നോക്കാം. ഞാനത് ക്ലീൻ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം 58,000 കിലോമീറ്ററായി. ഞാൻ മുന്നേ ഒരു 30,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് അത് ഒരു തവണ ക്ലീൻ ചെയ്തത്. അന്ന് അത്യാവശ്യം ഡേർട്ടി കണ്ടീഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് സമയമായിട്ട് വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ആക്സിലേഷൻ സമയത്തല്ല, ടോട്ടലി കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്ലൈറ്റ് ഡിലേ വരുന്നുണ്ട്. ഒരു ഓഫ് ആവുന്ന ഒരു കണ്ടീഷനല്ല, അതിൻ്റെ ഏറെക്കുറെ അതിനോട് സാമ്യമായിട്ടുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും സോൾവ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ ത്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 12-13 സൈസിലുള്ള ഒരു റിംഗ് സ്പാനർ, 10-13 സൈസിലുള്ള റിംഗ് സ്പാനർ, 10-11 ഒരു ഡബിൾ എൻ സ്പാനർ, ഒരു സ്ക്രൂ ഡ്രൈവർ മൈനസ് ടൈപ്പ്, ഒരു ചെറിയ മൈനസ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു അലങ്കി സെറ്റ് വേണം. സെറ്റായിട്ട് വേണമെന്നില്ല, 2 അലങ്കി നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് യമഹായുടെ കാർബറേറ്റർ. അത് നമുക്ക് യമഹയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഷോറൂമിലല്ല, ഡീലർഷിപ്പ് സ്കാർ ഔട്ട്ലെറ്റിലെല്ലാം അവൈലബിൾ ആണ്. 250 രൂപയാണ് വില വരുന്നത്. ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല. കാർബറേറ്റർ ത്രോട്ടിൽ ബോഡി ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ആമസോണിലൊക്കെ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും. അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. 3M വർത്തിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. നമ്മൾ സൈഡ് കവർ അയക്കണം. സൈഡ് കവർ അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ സെൻസേഴ്സ് കൂടുമ്പോൾ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. 2 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ ബോൾട്ട് അയച്ചു എടുത്ത് തന്നെ സീറ്റ് അയച്ചെടുക്കാം. നമുക്ക് 2 സൈഡ് കവർ വയ്ക്കുന്നുണ്ട്. ബോൾട്ട് തന്നെ സൈഡ് കവറിന് വേണം. 2 വയ്ക്കാം. ഇവിടെ റബ്ബറിന്റെ കുഷൻ സൈഡ് കവർ ഇതുപോലെ ഈ സൈഡ് അതുപോലെ അയച്ചെടുക്കാം. FC-V2 അയക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പൊട്ടും. എൻ്റെ ആൾറെഡി പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അയക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇനി പൊട്ടുന്ന ഒഴിവാക്കാം. ഇതുപോലെ തന്നെ അയച്ചെടുക്കാം. എൻ്റെ ആൾറെഡി പൊട്ടിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് പ്ലസ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ പൊട്ടാതെ കഴിഞ്ഞു വരും. നമുക്ക് വർക്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് അയച്ചു വിടാം. നെഗറ്റീവ് അയച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ സെൻസർ വയ്ക്കുന്ന സമയത്ത് DTC കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാണിംഗ് ലാമ്പ് കത്തിക്കെടുക്കും ചിലപ്പോൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അയച്ചിട്ട് ടച്ച് ആവാത്ത രീതിയിൽ മാറ്റി വെച്ചാൽ മതി. ഈ വയറ് സാധാരണ വണ്ടികളിൽ ഉണ്ടാവില്ല. എൻ്റെ ഹെഡ് ലാമ്പ് ഡയറക്റ്റ് സപ്ലൈ ആണ്, റിലേ ചെയ്തതാണ്. അത് കാരണമാണ് ആ വയറ് കൺഫ്യൂഷൻ വേണ്ട. ഈ വയറ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡി ഇരുന്ന് ആക്സിലേറ്ററിൻ്റെ 2 കേബിൾ ഡിസ്കണക്ട് ചെയ്യും. ത്രോട്ടിൽ ബോഡി ആദ്യം ഒന്ന് ഫ്രീ ആക്കണം. കംപ്ലീറ്റ് പാർട്സ് റിമൂവ് ചെയ്തിട്ട് ത്രോട്ടിൽ ബോഡിയെ ഫ്രീ ആക്കണം. ഫുൾ കേബിൾ എടുത്തു. കേബിളാണ് FC-V3 ആണെന്നുണ്ടെങ്കിലും V2 സെക്കൻഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു കേബിൾ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ജനറേഷൻ V2 മാത്രമേ ഉള്ളൂ 2 കേബിൾ. കേബിൾ കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ട. അങ്ങനെ തന്നെയാണ് ഇഷ്യൂ. നമുക്ക് ഇഞ്ചക്ടറിൻ്റെ ഹോസ് വയ്ക്കാം. സ്ക്രൂ ഡ്രൈവറിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് പൊക്കി കൊടുത്താൽ മതി. ഞാനാണ് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത്.
ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ടറിൻ്റെ ഹോസ് അഴിഞ്ഞു വരും. എല്ലാം സ്മൂത്തായിട്ട് ചെയ്യാം, അധികം ബലം പ്രയോഗിക്കരുത്. ഇഞ്ചക്ടർ ആണെന്നുണ്ടെങ്കിലും ഹോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. അത് കഴിഞ്ഞ് ഇഞ്ചക്ടറിൻ്റെ സപ്ലൈ ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു വരും. ഓക്കെ, അത് രണ്ടും നമ്മൾ മാറ്റി വയ്ക്കാം. അടുത്തിട്ട് നമുക്ക് ത്രോട്ടിൽ ബോഡിയിലേക്ക് വരുന്ന ഓരോ സെൻസറിൻ്റെ ആയിട്ട് റിമൂവ് ചെയ്യാം. ഇത് ക്വിക്ക് ഐഡിൽ ഡിവൈസിൻ്റെ കപ്ലറാണ്. ബൂട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പ്രസ് ചെയ്യുക, വലിക്കുക, സിമ്പിളായിട്ട് കഴിഞ്ഞു വരും. പിന്നെ നമുക്ക് ഇതവിടെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, അതും കൂടി അയച്ചു വയ്ക്കാം. നിർബന്ധമല്ല, വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ TP സെൻസറിൻ്റെ കപ്ലറാണ് വരുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് ബൂട്ട് മാറ്റുക, ക്ലിപ്പ് വരിക, വലിക്കുക. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡിയിലേക്കുള്ള കംപ്ലീറ്റ് കണക്ഷൻ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ത്രോട്ടിൽ ബോഡി ഫ്രീ ആയി. ഇനി നമുക്ക് ത്രോട്ടിൽ ബോഡി ക്ലിപ്പ് അയച്ചിട്ട് ത്രോട്ടിൽ ബോഡി റിമൂവ് ചെയ്യാം. ത്രോട്ടിൽ ബോഡിയിൽ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്, പറയാൻ വിട്ടുപോയതാണ്. പറിച്ച് ടാങ്കിൽ നിന്ന് വരുന്ന ഹോസാണ്, അതുകൂടെ അഴിച്ചെടുക്കാം. ജസ്റ്റ് ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു വരും. പൊല്യൂഷൻ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളൊരു പാർട്ടാണ്. ആ ഹോസ് അഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ത്രോട്ടിൽ ബോഡിയിലെ ഹോസ് കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ ഹോസുകൾ കണക്ട് ചെയ്തിട്ടുള്ള 2 ക്ലിപ്പ് അഴിക്കണം. അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അഴിക്കാം, സെയിം സാസ് അല്ലെങ്കിൽ തന്നെയാണ്. ആദ്യം എയർ ഫിൽറ്ററിൻ്റെ സൈഡ് അഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് എൻജിൻ സൈഡ് അഴിക്കാം. അഴിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ലൂസ് ചെയ്ത് വെച്ചാൽ മതി. ഇളകുന്ന കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ തന്നെ ത്രോട്ടിൽ ബോഡി അതിനകത്തുനിന്ന് നമുക്ക് സൈഡിലാക്കി കുറച്ചൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അഴിഞ്ഞു വരുന്നത്. കുറച്ച് ഉള്ളിലുള്ള വീഡിയോ ആയതുകൊണ്ടാണ് വീഡിയോയുടെ ക്ലാരിറ്റി കുറവ്, എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഈ ലൈറ്റ് ഭയങ്കര വേരിയേഷൻ വരുന്നത്. നമ്മൾ പുറത്തെടുക്കുന്ന പോലെയല്ലോ. എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തുള്ള ഹോസ് ലേശം ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം എൻജിൻ്റെ അവിടെ മാറ്റിയിട്ട് ഈ കാണുന്ന പോലെ പിറകിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വശത്തേക്ക് നീക്കാൻ പറ്റും. അത് നീക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിലേക്കാണോ കംഫർട്ടബിൾ അങ്ങോട്ട് ഇതുപോലെ വലിച്ചിങ് എടുത്തു കഴിഞ്ഞാൽ ത്രോട്ടിൽ ബോഡി പുറത്തേക്ക് പോരും. ഈ സെൻസർ എവിടെയെങ്കിലും തട്ടുക, അതുപോലെ ഹോസ് മുറിയുക, അങ്ങനെ വയറിങ് കുടുങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ നമ്മൾ മാനിഫോൾഡിനകത്തും കുറച്ച് കരി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മാനിഫോൾഡ് കൂടെ അഴിച്ച് ക്ലീൻ ചെയ്തേക്കാം. മാനിഫോൾഡ് നമുക്ക് അലങ്കി യൂസ് ചെയ്തിട്ട് അഴിച്ചെടുക്കാം. 2 വശത്തും ഓരോ അലങ്കി ബോൾട്ടുകളെ വരുന്നത്. ആ 2 ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫോൾഡ് സുഖമായിട്ടൊന്ന് അഴിച്ചെടുക്കാം. അതുപോലെ മാനിഫോൾഡ് അഴിക്കുന്നതിന് മുന്നേ ഇഞ്ചക്ടർ മാനിഫോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. കാരണം അഴിക്കുന്ന സമയത്ത് ഇനി അത് തട്ടിയിട്ട് ഒരു ഇഷ്യൂ വരണ്ട. ഇഞ്ചക്ടർ റിമൂവ് ചെയ്യാൻ സിമ്പിളാണ്. ഇഞ്ചക്ടറിൻ്റെ കൂടെ ഒരു 10 സൈസ് ബോൾട്ട് വരുന്നുണ്ട്. അത് അഴിച്ചിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ടർ അതിൻ്റെ കൂടെ അഴിഞ്ഞു വരും. അപ്പോൾ ആദ്യം ഇഞ്ചക്ടർ റിമൂവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാനിഫോൾഡ് റിമൂവ് ചെയ്യുക. മാനിഫോൾഡ് റിമൂവ് ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല. അതിനകത്ത് ചെറിയൊരു റബ്ബറിൻ്റെ വാഷർ വരുന്നുണ്ട്, റോറിങ് പോലെ. അത് വീണ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഒരു വശത്തെ ബോൾട്ട് അഴിച്ചു. ഇനി ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ആ ബോൾട്ട് കൂടെ അഴിച്ചു കഴിഞ്ഞാൽ കാണുന്ന പോലെ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മാനിഫോൾഡ് പുറത്തെടുക്കാം. എൻ്റെ വണ്ടിയുടെ ഇൻടേക്ക് പോർട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിലും ഡേർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ അല്പം കാർബറേറ്റർ ക്ലീനർ ആക്കി ജസ്റ്റ് തുടച്ചെടുക്കാം. ഓവറായിട്ട് അകത്തേക്ക് തുണി തള്ളി കയറ്റരുത്, അതിനകത്ത് വെട്ടുപോയി കഴിഞ്ഞാൽ പണിയാണ്. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതിൽ തെറ്റില്ല. ത്രോട്ടിൽ ബോഡി ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് പുറത്ത് ഡേർട്ടിയാണ്, അത് കുഴപ്പമുള്ള കേസല്ല. നമുക്കിതാ ഇതിൻ്റെ ഉൾഭാഗം എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്ത് ചെറിയ തോതിലേ ഉള്ളൂ കരി കാണുന്നത്. ആ സമയം എയർ ഇൻടേക്കിൻ്റെ പോർഷൻ നല്ല രീതിയിൽ ഡേർട്ടി ആയിട്ടുണ്ട്. അതായത് ഈ പോർഷൻസ് മൊത്തം നല്ല രീതിയിൽ തന്നെ കരിയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് താഴെ വരുന്ന ഭാഗത്തെല്ലാം കരിയാണ്. ഈ ബട്ടർഫ്ലൈ അതുപോലെ ഈ ഫോർഷി വെറ്റായി നിൽക്കുന്ന ഭാഗം മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ സോളിനോയിഡ്, അതായത് ക്വിക്ക് ഐഡലിംഗ് സോളിനോയിഡ്, ക്വിക്ക് സ്റ്റാർട്ടർ സോളിനോയിഡ് എന്നൊക്കെയാണ് അതിന് പറയുക. ഇതഴിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ത്രൂ ആണ് FI വണ്ടികൾ ത്രോട്ടിൽ കൊടുക്കാതെ സ്റ്റാർട്ട് ആവുന്നതും തണുപ്പുള്ള സമയങ്ങളിലെല്ലാം. ചോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലൊരു ഫംഗ്ഷൻ. അതായത്
ഐഡ്ലിംഗ് RPM അല്ലാതെ കൂടുതൽ റേസ് ആയിട്ട് സ്റ്റാർട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഇതിനകത്ത് ഡേർട്ടി ആയിരിക്കും, അത് ക്ലീൻ ചെയ്യണം. അതുപോലെ ഒരു കാരണവശാലും TP സെൻസർ റിമൂവ് ചെയ്യരുത്. TP സെൻസർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഈ ത്രോട്ടിൽ ബോഡി അസംബ്ലി ചിലപ്പോൾ മാറേണ്ടതായിട്ട് വരും. ഇത് വരുന്നത് പർച്ച് ടാങ്കിലേക്കുള്ള കണക്ഷനാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതൊരു ഫൈബറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട് ഐഡ്ലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിനകം ക്ലീൻ ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഐഡ്ലിങ്ങിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കാം. പൊട്ടിപ്പോവാൻ നോക്കുക കഴിക്കുന്ന സമയത്ത്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഐഡ്ലിംഗ് സ്ക്രൂ ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, മൊത്തം അസംബ്ലി വാങ്ങേണ്ടി വരും. 3000-3500 അങ്ങനത്തെ വില വരുന്നുണ്ട് ത്രോട്ടിൽ ബോഡി. കണ്ടില്ലേ, ഇതിൻ്റെ അറ്റം നല്ല ഡേർട്ടി കണ്ടീഷനായിട്ടാണുള്ളത്. നല്ല രീതിയിൽ ഡേർട്ടിയാണ്. നമുക്കത് ക്ലീൻ ചെയ്യാം. അത് നമുക്ക് ക്വിക്ക് സ്റ്റാർട്ടർ സോളിനോട് അയക്കാം. ചെറിയ ടൈറ്റ് ഉണ്ടാവും, അയക്കാം. ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഡേർട്ട് കാണുന്നുണ്ട്, ഒരുപാട് മോശമല്ല, എന്നാലും ഡേർട്ടിയാണ്. സോളിനോടും ഒരുവിധം നീറ്റായിട്ട് തന്നെയാണ് വർക്കിങ്. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. നമുക്കപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. കരി ഇളകുന്ന കാണുന്നില്ലേ? എഫിഷ്യൻ്റായിട്ട് റിമൂവ് ചെയ്യാനെങ്കിൽ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കരിയാണ് ഇളകി വീഴുന്നത്. ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് റബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MIF സെൻസറാണ്. ഇതിലേക്ക് എത്ര അളവിൽ എയർ കയറുന്നുണ്ടെന്ന് സെൻസ് ചെയ്യാനുള്ള സെൻസറാണ്. അതിൻ്റെ മുകളിലൊന്നും അധികം ലോഡ് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പറ്റുന്നത് ഈ ഭാഗം പൊക്കി പിടിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ഡേർട്ട് ഇപ്പോൾ ഇളകി വന്നതാണ്. പക്ക ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കംപ്രസ്ഡ് എയർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മതി തിരിച്ച് ഫിക്സ് ചെയ്യൽ. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ സ്ക്രാച്ച് ആവും. അങ്ങനെ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എയർ ഫ്ലോനെ ബാധിക്കും, നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക. ത്രോട്ടിൽ ബോഡി ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉൾഭാഗമെല്ലാം നീറ്റായി. പുറംഭാഗം നോക്കണ്ട, പുറംഭാഗം ഇനി വേണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് കഴുകാം. ഇപ്പം ഇനി പുറം ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനകത്തേക്കും ഈ ചെളിയെല്ലാം കയറാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യാത്തത്. നമുക്കിതാണ് ഈ ക്വിക്ക് സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഈ ഭാഗം ഈ ഭാഗം എഞ്ചിനിലേക്കും ഈ ഭാഗം എയർ ഫിൽറ്ററിലേക്കും ഫേസ് ചെയ്തേക്കുന്ന പോർഷനാണ്. ഇത് ഈ ക്വിക്ക് സ്റ്റാർട്ടർ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനകത്തൂടെ എയർ കയറും, വാൾവ് തുറക്കും. അത് തുറക്കുമ്പോൾ ഈ ഹോൾ വഴി ഇൻടേക്കിലേക്ക് ഡയറക്റ്റ് ആവും. അങ്ങനെയാണ് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവാനുള്ള ഫംഗ്ഷൻ. എയർ ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. സാധാരണഗതിയിൽ ഈ ഷട്ടർ ക്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു തുള്ളി പോലും എയർ അകത്ത് കയറില്ല. ഇതുവഴി കുറച്ച് കയറ്റി വിടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സോളിനോയിഡ് ഇതിൻ്റെ മേൽഭാഗത്തായിരിക്കും. അതായത് വണ്ടി തണുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ
സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഈ സോളിനോട് ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞിട്ട് ഈ വാൾവ് ഓപ്പൺ ആയി കൊടുക്കും. അങ്ങനെയാണ് ക്വിക്ക് സ്റ്റാർട്ടർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. വൺസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നല്ല വാം ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് കുറച്ച് RPM മേലെ കയറിയിരിക്കുന്നതൊക്കെ കാണാം. ഓഫായി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യുന്നത് ഐഡലിംഗ് സ്ക്രൂ വഴിയുള്ള എയർ സപ്ലൈ വെച്ചിട്ട്. ഇതാണ് ഐഡലിംഗ് സ്ക്രൂ, നമ്മൾ ആ ഫൈബറിൻ്റെ സ്ക്രൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയുടെ ഐഡലിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെയിം പോർട്ട് തന്നെ എയർ ഇതിലേക്ക് കയറും, പക്ഷേ ഈ ഹോൾ വഴിയാണ് എയർ മാനിഫോൾഡിലേക്ക് എത്തും. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ എത്ര എയർ വരുന്നോ അത്രയും എയറിനനുസരിച്ചുള്ള ഫ്യൂവല് ഇഞ്ചക്ടർ കൊടുത്തോളും. അത് ECM നോക്കിയിട്ട് ചെയ്യും. എത്ര എയർ കയറുന്നു എന്നുള്ളത് ഈ സെൻസർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ മാനിഫോൾഡിലെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഹോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഹോളും കൂടി ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ 2 ഹോളും ബ്ലോക്ക് ആയി കഴിഞ്ഞാലും എഫിഷ്യൻസി പ്രശ്നം കാര്യങ്ങളെല്ലാം വരും. ഈ ഹോള്. ഓക്കെ, ഇത്രയാണ് ഇതിൽ കാര്യങ്ങളുള്ളത്. ഇനി നമുക്കിത് ഓരോ ഭാഗങ്ങളായിട്ട് അയച്ച ഭാഗങ്ങൾ തിരിച്ച് ഫിക്സ് ചെയ്യാം. ഈ ക്വിക്ക് സ്റ്റാർട്ടർ തന്നെയാണ് ആദ്യം പഠിപ്പിക്കാനുള്ളത്. ഈ പൊസിഷനിലാണ് വരിക. ക്വിക്ക് സ്റ്റാർട്ടറിൻ്റെ കപ്ലർ TP സെൻസറിനായിട്ട് മാച്ചായിട്ട് വരണം. അതുപോലെ ഈ ഒരു അഡീഷണൽ സപ്പോർട്ടിംഗ് ലാമ്പ് ഉണ്ട്, അത് പിടിപ്പിക്കാം. രണ്ടും വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാമെന്നില്ല. ഈ ക്വിക്ക് സ്റ്റാർട്ടറിന് ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് കറക്റ്റ് അല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐഡലിങ്ങിൻ്റെ സ്ക്രൂ ആണുള്ളത്. അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുൾ ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഐഡലിങ് ഇത് നോക്കിയിട്ട് ഒരു 1500 RPM റേഞ്ചിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ പിടിപ്പിച്ച് വെക്കുന്നുള്ളൂ, ടൈറ്റ് ചെയ്യുന്നില്ല. വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ അയച്ച സമയത്ത് ഇതിനകത്തും മൊത്തം ഡേർട്ടി ആയിരുന്നു. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഫുള്ള് ചെളിയും അഴുക്ക് വരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ടായിരിക്കണം. നമുക്ക് ഇഞ്ചക്ടർ കൂടി പുറത്തുനിന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് വണ്ടിക്ക് അകത്ത് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ടർ ഞാൻ മാനുവലായിട്ട് ക്ലീൻ ചെയ്തതാണ്. ഞാനത് മാനുവൽ ക്ലീനിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഡീലർഷിപ്പിലൊരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. മാനുവൽ ക്ലീനിങ് ഞാൻ വഴിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്, നോക്കാം. മാനുവൽ ക്ലീനിങ് കുറച്ച് റിസ്ക് ആണ്. അടുത്ത വർക്ക് ഇഞ്ചക്ടർ മാനിഫോൾഡർ പിടിപ്പിക്കാനാണ്. ഇതിൽ ഒരു സ്ട്രെസ് വാഷർ, ഒരു വാഷർ വരുന്നുണ്ട്, അത് നമ്മൾ പിടിപ്പിക്കാം. എന്നിട്ട് ഇഞ്ചക്ടർ വയ്ക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് കറക്റ്റ് പൊസിഷനിൽ കയറിയിരിക്കും. ഇതിലൊരു ഹോള് വരുന്നുണ്ട്, ഹോള് കറക്റ്റ് ചെയ്യുക, കയറ്റുക, പ്രസ് ചെയ്യുക, ഇഞ്ചക്ടർ ഇടുന്നു. ഇതിൻ്റെ പൊസിഷൻ ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ടൈറ്റ് ചെയ്ത് കൊടുക്കും. അതിനടുത്ത് മാനിഫോൾഡ് ഫിറ്റ് ചെയ്യാം. വ്യൂ പക്ക ക്ലിയർ അല്ല എന്നറിയാം. ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. കഴിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് റിപ്ലൈ തരാം. നമ്മൾ അയച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ബോൾട്ട് കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും മാക്സിമം കൈകൊണ്ട് അടുപ്പിച്ച ശേഷം അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ഫൈനൽ ടോർക്ക് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ചെയ്യാം. ഒരു സൈഡ് ഫുൾ ടൈറ്റ് ആക്കിയിട്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് ടൈറ്റ് ആക്കാൻ പോകരുത്, അപ്പോൾ കറക്റ്റായിട്ട് അമർന്നിരിക്കില്ല. അതുപോലെ തന്നെ മാനിഫോൾഡ് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഓറിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലത്. അപ്പോൾ നമ്മൾ മാനിഫോൾഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ത്രോട്ടിൽ ബോഡി ഫിക്സ് ചെയ്യാം.
നമ്മൾ അഴിച്ച പോലെ തന്നെ എയർ ക്ലീനറിൻ്റെ ഹോസിൻ്റെ പോർഷൻ ആദ്യം കണക്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ എൻജിൻ്റെ മാനിഫോൾഡ് സൈഡ് കണക്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ് ഫ്ലെക്സിബിൾ ആണ്, അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീ സ്പേസ് അവിടെ കിട്ടും. ആദ്യം എൻജിൻ്റെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണക്ട് ചെയ്യുമ്പോൾ വേറെ എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ കറക്റ്റ് കയറ്റി വയ്ക്കുക. രണ്ട് ഹോളും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് എയർ ഫിൽറ്ററിൻ്റെയും മാനിഫോൾഡിൻ്റെയും ഹോൾ കറക്റ്റായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ത്രോട്ടിൽ ബോഡി ഒന്ന് നൈസായിട്ട് കറക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് സീറ്റിലേക്ക് അങ്ങോട്ട് ഇരുന്നുള്ളൂ. ത്രോട്ടിൽ ബോഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലാണോ ഇരിക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ഈ ഒരു കട്ടിങ്ങിലേക്ക് തന്നെയാണോ ത്രോട്ടിൽ ബോഡിയുടെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നത് കൺഫേം ആക്കണം. അതുപോലെ തന്നെ എയർ ഡക്റ്റ് ഹോസിൽ ഈ ഒരു പോർഷൻ ടച്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മേലെ ഒരു പോർഷൻ ഉണ്ട്, അതും എയർ ഡക്റ്റ് ഹോസിൽ ടച്ച് ആയിട്ട് തന്നെ ഇരിക്കണം, എങ്കിലേ കറക്റ്റ് പൊസിഷൻ ആവുന്നുള്ളൂ. അടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് രണ്ട് ക്ലിപ്പും ടൈറ്റ് ചെയ്യാം. ഓൾറെഡി ഹോസെല്ലാം ചെക്ക് ചെയ്തു, കറക്റ്റ് പൊസിഷനാണ്, കൺഫേമായി. ഇനി അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. കാരണം സെൻറ്ററിൽ ഒരു സ്പേസർ വരുന്നുണ്ട്, അത് മുട്ടയൊന്ന് വരെ ടൈറ്റ് ചെയ്താൽ മതി. ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഇളക്കം ഇല്ലാത്ത രീതിയിൽ ഫിക്സ് ആയിട്ടിരിക്കണം. എൻജിൻ ബ്രീത്തറിൻ്റെ ഈ റബ്ബർ ഹോസ് നമ്മൾ ആ ഹോസ് ഇളക്കിയ സമയത്ത് പോകുന്നതാണ്, അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് പർജ് ടാങ്കിൽ നിന്ന് വരുന്ന ഹോസ് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഊരിയിട്ടുള്ള അതുപോലെ തന്നെ ജസ്റ്റ് ക്ലിപ്പ് പ്രസ് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം. ഇനി നമുക്കടുത്ത് ത്രോട്ടിൽ കേബിൾ കണക്ട് ചെയ്യാം. ആദ്യം പുഷ് കേബിൾ കണക്ട് ചെയ്യുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും പുൾ കേബിൾ കണക്ട് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ ഓൾറെഡി പ്ലേ സെറ്റ് ചെയ്ത കണ്ടീഷനിൽ ഞാൻ അയച്ച കാരണം തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നു. ത്രോട്ടിൽ വർക്കിംഗ് ഓക്കെ ആണെന്നൊന്ന് കൺഫേം ആക്കുക, ആക്സിലറേറ്റർ കൊടുത്ത് നോക്കാം. അടുത്തായിട്ട് നമുക്ക് അയച്ച ഓരോ കപ്ലേഴ്സായിട്ട് തിരിച്ചു കൊടുക്കാം. അത് നമ്മുടെ സ്റ്റാർട്ടർ സോളിനോയിഡിൻ്റെ കപ്ലറാണ്, ക്വിക്ക് സ്റ്റാർട്ടർ സോളിനോയിഡിൻ്റെ. അതവിടെ കണക്ട് ചെയ്യാം. ബൂട്ട് കറക്റ്റായിട്ട് തിരിച്ച് പിടിപ്പിക്കാം. അതുപോലെ ഓരോ വയറുകളും കണക്ട് ചെയ്യുമ്പോൾ അത് ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് ബ്ലാക്ക് കപ്ലർ ഇഞ്ചക്ടറിൻ്റെ സോളിനോയിഡ് ഇഞ്ചക്ടറിൻ്റെ കണക്ഷനിലേക്ക് കൊടുക്കാം. അതിൻ്റെ ബൂട്ട് ക്ലിയർ ചെയ്യാം. ഇഞ്ചക്ടറിൻ്റെ ഹോസ് നമ്മൾ അഴിച്ച പോലെ തന്നെ അഴിച്ച അതേ സ്ഥലത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം പ്രസ് ചെയ്തിട്ട് ലോക്ക് അമർത്തി കഴിഞ്ഞാൽ ലോക്ക് വീഴും. അത് കഴിഞ്ഞ് അടുത്ത ടെമ്പറേച്ചർ സെൻസർ നമുക്ക് TP സെൻസറിൻ്റെ കപ്ലർ കണക്ട് ചെയ്യാം. അതായത് ത്രോട്ടിൽ ബോഡിൻ്റെ മെയിൻ ബോഡി കപ്ലർ അത് കണക്ട് ചെയ്യാം. അതിൻ്റെ ബൂട്ട് ഇടാം. ബൂട്ടെല്ലാം കറക്റ്റായിട്ട് ഇടുക, ബോഡി കയറുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബൂട്ട് കറക്റ്റായിട്ട് ഇടുക. അടുത്ത ടെമ്പറേച്ചർ സെൻസറിൻ്റെ കപ്ലർ എടുക്കുക, സെൻസറുമായിട്ട് കണക്ട് ചെയ്യാം. ഓരോ സെൻസറിൻ്റെ വയറും സ്മൂത്തായിട്ട് പോകുന്ന രീതിയിൽ കണക്ട് ചെയ്ത് എടുക്കുക. അത് ഓവറായിട്ട് മടങ്ങി ഒന്നും ഇരിക്കരുത്, അത് വയറ് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാകും. പിന്നെ അടുത്തായിട്ട് നമുക്ക് ബാറ്ററി ടെർമിനൽ ഒന്ന് കണക്ട് ചെയ്യാം. ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ. നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് RPM അധികമുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് ഒന്ന് വാമായി ഒരു ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞതിനായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളീ കാണിച്ചിട്ടുള്ള ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RPM കുറയും, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ RPM കൂടും. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കി കഴിഞ്ഞാൽ RPM കൂടുകയും കുറയുകയും ചെയ്യും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1400 ±100, ഏകദേശം 1500 റേഞ്ചിലുള്ള RPM ആണ് ആവശ്യം. സ്പീഡോമീറ്റർ ലോക്കിൽ ഏകദേശം 1500 RPM വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വലിയൊരു സ്ട്രഗിൾ ഇല്ലാതെ വർക്ക് ചെയ്യും. ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ അയച്ചെടുത്ത ഓരോ ബോഡി പാർട്സും സീറ്റും കാര്യങ്ങളെല്ലാം റിവേഴ്സ് ഓർഡറിൽ ഫിക്സ് ചെയ്യാം.
അതിനുശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് RPM ഫ്ലക്ച്വേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 1500 RPM റേഞ്ചിലേക്ക് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. 1500 RPM ആണ് നമ്മുടെ വണ്ടിയുടെ റിക്വയർഡ് RPM, ഐഡ്ലിംഗ് RPM. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ അത്ര നല്ലതല്ല. ഓയിൽ സപ്ലൈ ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ചാർജിങ് ആണെന്നുണ്ടെങ്കിലും ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ എഞ്ചിന് ഐഡ്ലിംഗ് നിൽക്കാൻ സ്ട്രെയിനും കൂടുതലായിരിക്കും. എപ്പോഴും ആ RPM വെക്കുക. RPM ഒരു അല്പം കൂടിയിരുന്നു എന്ന് വെച്ചിട്ട് നമ്മളെ മൈലേജിനെ അഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലത്. ഓക്കെ, ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രം ചെയ്യുക. പകുതി അറിവ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അബദ്ധമാവും. അതുമാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന വർക്കിലുള്ള പല പാർട്സുകളും വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്സുകളാണ്. അതിൻ്റെ റിപ്പയർ കോസ്റ്റും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വരും. പിന്നെ നമുക്ക് നന്നാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ സ്വന്തം റിസ്കിൽ ഇത്തരം വർക്കുകളെല്ലാം ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ ക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളും, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ